ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. ചാനലിൻ്റെ പേര് നോട്ടി വൈഗ. ഈ ചാനൽ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂടെ ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്യണേ. ഇന്നിവിടെ ഞങ്ങൾ കുക്ക് ചെയ്യുന്നത് നാരങ്ങ കറിയാണ്. നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂറിന് മുമ്പേ ഞാൻ കട്ട് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ വിരകി മാറ്റി വെച്ചതാണേ. ഞാനിപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായപ്പോൾ ഞാനിവിടെ ഓയിൽ ഒഴിക്കുന്നുണ്ടേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവറിൻ്റെ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ എടുക്കാൻ കാരണം ഇത് ഞങ്ങൾ അധിക ദിവസം വച്ചിരിക്കില്ല. ഈ ഞങ്ങളുടെ വീട്ടിൽ നാരങ്ങക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായപ്പോൾ ഞാനിതിൽ കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നല്ല രീതിക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കൂട്ടുകാരെ, ഇത് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നമ്മൾ ഇടുമ്പോൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ പൊടികളെല്ലാം ചേർക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം കായപ്പൊടിയും ഉലുവയും കൂടെ പൊടിച്ച് ഞാനിതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കൂട്ടുകാരെ, ഞാനിതിൽ മുളക് പൊടിയും കായവും ഉലുവയും കൂടെ പൊടിച്ചതും കൂടെ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പൊടിയുടെ പച്ചച്ചോ എല്ലാം മാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ നാരങ്ങ ഇതിലോട്ട് തട്ടിക്കൊടുക്കാം. ഞാൻ നാരങ്ങയോടൊപ്പം പച്ചമുളകും കൂടെ ചേർത്താണ് ഉപ്പ് വിരകി വെച്ചിരുന്നത്. അപ്പോൾ നാരങ്ങ ഇതിലോട്ട് തട്ടിക്കൊടുക്കാം. അതിനുശേഷം ഈ മസാലയും ഈ നാരങ്ങയിലോട്ട് നല്ല രീതിക്ക് യോജിപ്പിച്ച് ഇതൊരു 2 മിനിറ്റ് നമ്മൾ ഒന്ന് മൂടി വെച്ചതൊന്ന് വേവിക്കണം. അതായത് ഈ മസാലയെല്ലാം ഈ നാരങ്ങയിലോട്ടൊന്ന് പിടിക്കാനായിട്ടാണ് ഇത് മൂടി വെച്ച് വേവിക്കാൻ പറയുന്നത്. ഇതിനധികം വേവ് വേണ്ട, കാരണം ഇത് കട്ടി കുറഞ്ഞ തോടുള്ള നാരങ്ങയാണ്. നമ്മൾ ചിലർ പുറന്തോല് ചെത്തിക്കളയും. ഞാനതിൻ്റെ പുറന്തോല് ചെത്തിക്കളഞ്ഞിട്ടില്ല. പിന്നെ അരമണിക്കൂർ മുമ്പേ നമ്മളത് ഉപ്പിലിട്ട് വെച്ചിരുന്നത് കൊണ്ട് ഉപ്പെല്ലാം പിടിച്ചിരിക്കും. അതുകൊണ്ട് ഇത് ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കണം. പിന്നെ എനിക്കൊരു കാര്യം മറന്നുപോയി കൂട്ടുകാരെ, ഞാനതിൽ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി. അതുകൊണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ടേ. ഞാനത് മറന്നുപോയതാണ്. എല്ലാവരും ഇതിലൊന്ന് ഇടണേ. ആവശ്യമുള്ളവരിട്ടാൽ മതി. മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നില്ല, പക്ഷെ ഞാൻ എല്ലാ കറികളിലും മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. അതുകൊണ്ട് ഞാനതിൽ ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം, വേണമെന്നുള്ളവർക്ക് ഇത് ചേർക്കാം. അപ്പോൾ ഞാനിതൊന്ന് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുവാണേ. അതിനുശേഷം ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതിലൊരല്പ ശർക്കര കൂടെ ചേർക്കുന്നുണ്ട്. ഒരല്പ ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. അതായത് ഇതിൻ്റെ പുളിയും ഉപ്പും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഒരല്പ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ചേർത്ത് നല്ല രീതിക്ക് ഇതൊന്ന് ഇളക്കണം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ നാരങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. തുടക്കക്കാർക്ക് പോലും ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു നാരങ്ങക്കറിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ കൂട്ടുകാരും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.